കാസർഗോഡുകാരനായ ഞാൻ പാലക്കാട് പോയിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കണ്ടന്റ് ഉണ്ടായിക്കോളും, അവർ ആ സ്ലാങ് വിടാതെ പിടിച്ചോളും എന്ന് തോന്നാൻ ഉള്ള കാരണം. പിന്നെ എന്റെ കൂടെ ഒരുപാട് പാലക്കാടുകാര് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും കാസ്റ്റിങ്ങിനും എല്ലാറ്റിനുമായിട്ട് കൂടെ അസോസിയേറ്റും ഒക്കെ സെറ്റാക്കാൻ ആൾക്കാരുണ്ട്. ചില വാക്കുകള് എനിക്ക് ഞാനിങ്ങനെ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും, കുറച്ച് ഇവിടെ നിന്ന് ഇപ്പൊ ഒരു എറണാകുളത്തും നമ്മൾ തെക്കോട്ടേക്ക് പോവാണെങ്കിൽ ഭാഷകള് കുറച്ച് വ്യത്യാസമാണല്ലോ. ഇപ്പൊ ഓണാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടെ മറ്റേ ശുദ്ധ മലയാളം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പയറ്റെന്ന് കേൾക്കുമ്പോ ഈ പയറ്റ് എന്താണിത് എന്താണ് എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടായി. ഇത് ആക്ച്വലി ഇതൊരു പാലക്കാടൻ ഭാഷ, പാലക്കാടിന്റെ കുറച്ച് സ്ലാങ് ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പാലക്കാടിന്റെ ഒരു കൾച്ചറൽ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിൽ. ഇതൊരു കേരളത്തിൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള കുറെ കൾച്ചറൽ സാധനങ്ങളുടെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു രൂപമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ കുമ്പളങ്ങ ഉടക്കുന്നതൊന്നും ഈ കല്യാണത്തിന്റെ ചടങ്ങിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി ഒലക്ക അതില്ല. പിന്നെ ഇപ്പം കല്യാണത്തിന് ഈ ഇതിന് അനുഗ്രഹിക്കുന്നതിന് പകരം തച്ചു മന്ത്രിക്കുക എന്ന് പറയുന്ന നാട്ടിലൊരു ചടങ്ങിന്റെ രൂപത്തിലാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അനുഗ്രഹിക്കുന്നൊക്കെ മറ്റേ പച്ചില കൊണ്ടായിട്ട് ഇട്ടിട്ടാ. അപ്പൊ അങ്ങനെ കുറെ നമുക്ക് കണ്ട് പരിചയമുള്ളത് പോലത്തെ കുറെ കൾച്ചറൽ സാധനം നമ്മൾ പട്ടട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നമ്മളോട് വേര് നട്ട് അതെ, അവിടത്തേക്ക് എടുത്ത് നട്ടതാണ്. അല്ലാതെ അതിന് ഇതായിട്ട് ബന്ധമില്ല. അപ്പൊ ഈ പാലക്കാടിന് ഞാൻ തന്നെ കുറെ സാധനങ്ങൾ അപ്പോഴാ പുതുതായിട്ട് കേൾക്കുന്നത്. ഈ പണ്ട് ഒ വി വിജയന്റെ നോവലില്, ഖസാക്കിന്റെ നോവലിലൊക്കെയാണ് തീൻ പണ്ടങ്ങൾ എന്നൊക്കെ വായിച്ചിട്ടുള്ളത്. അത് റാവുത്തർമാരുടെ ഭാഷയാണ് അവിടുത്തെ. അപ്പൊ റാവുത്തർമാരുടെ ഭാഷ ഒരു റാവുത്തറായിട്ടുള്ള ഒരാളെ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തീമ്പണ്ടങ്ങളും ബിരിയാണിയൊന്നും കഴിക്കാൻ വന്നതല്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനാണ് എന്ന് പുള്ളി പിന്നെ പറഞ്ഞു. അപ്പൊ തീൻപണ്ടങ്ങൾ എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം എല്ലാവരും ഒന്ന് പക്ഷെ അതവിടെ ഇരിക്കട്ടെ, അത് സിനിമ ടോട്ടലി ബുദ്ധിമുട്ടിക്കില്ലല്ലോ. ഇങ്ങനത്തെ ഒരു വാക്ക് അത് കേട്ടോട്ടെ ആൾക്കാർ, പരിചിതമായിക്കോട്ടെ, അങ്ങനെ കുറെ ഇട്ടതാ. ഇപ്പം നമ്മൾ മനസ്സിലാവാത്ത കുറച്ച് വേർഡ്സ് ഉണ്ടെങ്കിലും മറ്റേ കോണ്ടെക്സ്റ്റ് മനസ്സിലാവാതിരിക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അതങ്ങനെ പോയിക്കോട്ടെ. തനതായിട്ടൊരു സാധനം എപ്പോഴെങ്കിലും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ട്, ആ സിനിമയിൽ ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം അതിനുണ്ടെങ്കിൽ നടത്തിക്കോട്ടെ. ഇപ്പൊ ഫൈറ്റിന് വന്നതുപോലെ ഫൈറ്റിന് വലിയ ഉത്തരവാദിത്വം തന്നെയാണല്ലേ തലയിലെടുത്ത്. ആക്ച്വലി പിന്നെ വടകരയിലുള്ള ഒരു ചടങ്ങാണ്. ഇതിന് പിന്നെ പാലക്കാട് യാതൊരു ബന്ധമില്ല. പക്ഷെ പയറ്റ് എന്ന് പറയുന്ന ചടങ്ങ് വടകരയിൽ നടക്കുന്ന എക്സാക്ട് ചടങ്ങുമല്ല നമ്മൾ അതിലേക്ക് പറ്റില്ല. ഈ പയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കുറിക്കല്യാണം, പയറ്റ്, ബന്ധുമ, ബന്ധുപ്പണം, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ടീ പാർട്ടി എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഫോട്ടോ വെച്ചിലൊക്കെ ടീ പാർട്ടി എന്നാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അപ്പോൾ നാട്ടില് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൈമാറാൻ, എനിക്ക് എൻ്റെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇന്ന് കുറച്ച് പൈസ വേണം. ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് അവർക്ക് ഒരു ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരെന്നൊക്കെയുള്ള കുറച്ച് പൈസ ഞാൻ മേടിച്ചിട്ട് ആ പരിപാടി നടത്തും. ഇത് തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ ഈ തന്ന പൈസ തിരിച്ചു കൊടുക്കാം. ഈ ചടങ്ങ് എല്ലായിടത്തും ഉള്ളതാണ്, കണക്കെഴുതി വെച്ചിട്ടുള്ളതാണ് എല്ലാവരും. ഇപ്പൊ എന്റെ നാട് ശരിക്കും ഓച്ചിറയ്ക്ക് പടിഞ്ഞാറായിട്ട് ആലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പൊന്മാനകത്ത് കാണിക്കുന്നത് പോലെ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം ആ കല്യാണത്തിന് കൊടുത്ത സംഭവങ്ങൾ തിരിച്ചിവിടെ എത്തിയാലേ നമുക്ക് ശരിക്കും അതൊരു ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയായിട്ടാണ് നമ്മളത് കാണുന്നത്. അപ്പൊ ഞാൻ ഇത് കാണുമ്പോ ആലോചിച്ചു, പൊതുവെ വടക്കൻ നാട്ടുകളിലേക്ക് അങ്ങനെ ഇല്ല എന്നാണ് പറയാ, അധികമായി ഉണ്ടാവില്ല. കുറിക്കല്യാണം എന്നുള്ള പരിപാടി കേട്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ. കല്യാണത്തിനൊക്കെ അത് ഈ കൊല്ലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ ഇങ്ങനെ രണ്ട് കൾച്ചർ മിക്സ് ചെയ്തതായിരിക്കും, എന്നിട്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നട്ടായിരിക്കും. എല്ലായിടത്തും ഉള്ള ഒരു സാധനമാണ്. അതിനെ നമ്മള് ഇതുപോലെ ആക്ച്വലി പെണ്ണും പൊറാട്ടിലും പറഞ്ഞ പോലെ ഒരു ചടങ്ങില്ല. അത് എനിക്ക് തോന്നുന്നു ഫോട്ടോ വെച്ചിലൊക്കെ നടക്കുന്ന ചടങ്ങ്. ഇപ്പൊ വീടിനൊരു ചായ്പ് കെട്ടാൻ അവര് ഒരു പാർട്ടി നടത്തും, ടീ പാർട്ടി. അതുപോലെയുള്ള ഒരു ചടങ്ങാണ് പെണ്ണും പൊറാട്ടിലുള്ളത്. അപ്പൊ അത് ആൾക്കാർ ആദ്യം പിന്നെ ഉണ്ണി വ്ളോഗൊക്കെ അത് മറ്റേ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, മറ്റേ എന്താണ് പയറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ പിന്നെ ഈ സിനിമ കണ്ടും കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ പയറ്റ് അത് അങ്ങനത്തെ ഒരു ചടങ്ങായിരിക്കും എന്ന് ആൾക്കാർ വിചാരിക്കുന്നതാണ് വിചാരിച്ചത്. എന്തുകൊണ്ട് ടോവിനോ? എനിക്ക് ഇഷ്ടമാണ് ടോവിനോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോവിനോ. ടോവിനോട് പിന്നെ ഈ മായാനദി മുതൽ അറിയുന്നതാണ്. ഇങ്ങനൊരു ആവശ്യം പറയാനുള്ള ഒരു സൗഹൃദം ഉണ്ട് ടോവിനോട്. പിന്നെ ബേസിക്കലി എനിക്ക് ടോവിനോട് ശബ്ദം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് സ്നേഹം തോന്നും എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. സത്യം മനസ്സിലാവും പെട്ടെന്ന്, നമ്മളിങ്ങനെ അതാണല്ലോ ഇതുള്ളൊരു ഇതുണ്ടല്ലോ. നമുക്ക് ഇപ്പം
ആക്ച്വലി ടോവിനോ ഒരു കാര്യത്തിലേക്ക് എടുക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ട്. പിന്നെ അത് ഭയങ്കര മനുഷ്യപ്പെട്ടുള്ള സ്റ്റാൻഡായിരിക്കും എപ്പോഴും അയാൾ പറയുന്ന സ്റ്റാൻഡുകൾ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സുട്ടുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അതാ സുട്ടു എന്ന് പറയുന്ന ആ ഒരാള് ഇപ്പൊ ടോവിനോ എന്നുള്ള ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഇതുണ്ട്. നമ്മള് ചിലപ്പോ പറയുന്ന മറ്റേ മനുഷ്യന്റെ മക്കളെ എന്ന് വിളിക്കുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് എല്ലാവർക്കും സുട്ടുവിന് പല പല ഘട്ടങ്ങളുണ്ടെങ്കിലും ഈ മനുഷ്യന്റെ മക്കളെ എന്ന് വിളിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു ദേഷ്യവും ആ ഒരു ഡയലോഗും ഭയങ്കരമായിട്ട് എറിച്ചു നിൽക്കുന്നുണ്ട് ആ സിനിമയിൽ ശരിക്കും. അപ്പോ ഈ ഞാനന്ന് കണ്ടൊരു പോസ്റ്ററിനകത്തും ഈ മനുഷ്യന്റെ മക്കളെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര കീനായിട്ട് ചിന്തിച്ച് എഴുതിയതായിരുന്നു അത്? അങ്ങനെ ചിന്തിച്ചിട്ടല്ല, അതെനിക്ക് തോന്നുന്നു പോസ്റ്റിലൊക്കെ വന്നാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ മൊത്തം എഴുതിയിട്ട് പോയതല്ല ആ സിനിമ. ഞങ്ങൾക്കൊരു മൊത്തം സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിനനുസരിച്ചിട്ടാണ് സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ മനുഷ്യന്റെ മക്കളെ ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് വന്നതാണ്. അത് ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ അത് കുറച്ച് ഫോഴ്സ്ഡ് ആവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം വെച്ചിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോൾ കറക്റ്റാണത്. പിന്നെ വിളിക്കണ്ടേ ആരെങ്കിലും ഒക്കെ. അങ്ങനെ എത്ര കാലായി തിരിച്ചൊക്കെ വിളിച്ചോണ്ടിരിക്കണം. ശരി, മറ്റേ മൃഗങ്ങൾ നമ്മളെന്തോ വലിയ കാര്യമാണെന്നല്ലേ എന്റെ നേരെ തിരിച്ചു വിളിക്കുമ്പോ നമ്മളെന്തോ വലിയ ഉന്നത കുലജാതരും എന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ ആക്ച്വലി. തിരിച്ചു വിളിച്ചാൽ അത്രേ ഉള്ളൂ, മനുഷ്യന്റെ മക്കളെ എന്ന് വിളിക്കേണ്ട അത്രേ ഉള്ളൂ നമ്മൾ. അങ്ങനെ ഈ അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എക്സാക്ട് വേർഡ്സ് ഇതാണോന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് നമ്മുടെ ഈ ഭൂമി ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് പറ്റാത്തൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകാനുള്ളതല്ലേ. അതെനിക്ക് തോന്നുന്നു ആ ഒരു ഡയലോഗ് വന്നത് ശരിക്കും എങ്ങനെയാ നമ്മുടെ ആക്ച്വലി എല്ലാവരുടെയും ലൈഫിലുള്ളൊരു കാര്യമാണല്ലോ. രാജേഷ് മാധവൻ എവിടുന്നാ ഓടിത്തുടങ്ങി, എവിടേക്കാണ് ഓടി രക്ഷപ്പെട്ടോണ്ടിരുന്നത്? ഇത് മാനസികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ചില സാധനങ്ങൾ വിചാരിക്കില്ലേ, പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒളിച്ചോട്ടങ്ങൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുന്ന തോന്നുന്നത്. എല്ലാവരും ജീവിതത്തിലും. ചില ആൾക്കാർ മറ്റേ നിൽക്കാൻ പറ്റാത്തടത്ത് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എനിക്ക് മറ്റേ എന്നെ വിളിച്ച് സംസാരിച്ച് ഭയങ്കര പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോഴാണ് ഞാൻ ഇത്രയും ഇമ്പാക്ട് അതിനുണ്ട് എന്ന് മനസ്സിലായത്. ചേട്ടാ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടല്ല, എനിക്ക് അറിയാവുന്ന ഒരു ആള് വിളിച്ചിട്ട് മറ്റേ ഭയങ്കര കരച്ചിൽ കഴിഞ്ഞിട്ട് ഇത് നിൽക്കാൻ പറ്റാത്തടത്ത് ഓടിപ്പോകാൻ പുറത്തൊരു ലോകമുണ്ട് എന്ന് അറിയാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ചേട്ടാ എന്നിട്ടാണ് കരഞ്ഞത്. അപ്പൊ ഞാൻ ആ ഇമ്പാക്റ്റിൽ ആ പിന്നെ കാര്യം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. നമുക്കൊരു ഹോപ്പാണ്. ആൾക്കാരൊരു നെഗറ്റീവായിട്ട് വിചാരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നിന്നെടുത്ത് പൊരുതി ജയിക്കണം എന്നാണ് ആൾക്കാർ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഗ്ലോബല് മനുഷ്യന്മാരാണ്. അപ്പോൾ നിന്നെടുത്ത് പൊരുതി ജയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആ കോൺസെപ്റ്റിലൊന്നും അങ്ങനെ അഭിരമിക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്ഥലം ഉണ്ടാവാം ചിലപ്പോൾ എന്ന് ഒരിക്കൽ പറയണമെന്ന് തോന്നി.